ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും വന്നിട്ടാണ് ഉള്ളത്. അപ്പം എൻ്റെ വീട്ടിൽ കല്യാണമാണ് എൻ്റെ അനിയത്തിയുടേത്. അപ്പോൾ അതിൻ്റെ പന്തലൊക്കെ കെട്ടുന്ന തിരക്കിലാണുള്ളത്. പിന്നെ കുറേ ദിവസമായി ഇതിൻ്റെ പിന്നാലെയൊക്കെ നടക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മളെ ദിവസം എത്തിച്ചേർന്നിട്ടാണ് ഉള്ളത്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഫുഡ് വെക്കുന്നതും അതുപോലെ തന്നെ നമ്മളുടെ ഭക്ഷണം വയ്പ്പും ഒക്കെ ഇരിക്കുന്ന സ്ഥലമൊക്കെ ഇവിടെയാണ്. വേറൊരാളെ സ്ഥലമാണ് നമ്മൾ ക്ലീൻ ചെയ്ത് നമ്മളവിടെ പന്തലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളങ്ങനെ പന്തലൊക്കെ ഓൾമോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളാണെങ്കിൽ ഇന്നത്തെ ദിവസം ബ്രൈഡ് ഉണ്ട്. അപ്പം നമ്മളെ വീട്ടിലുള്ളവർ നടത്തുന്ന ഒരു ബ്രൈഡ് ട്യൂബിയാണ്. അപ്പം നമ്മൾ വീട്ടിൽ വെച്ചല്ല നടക്കുന്നത്, പുറത്തുനിന്നാണ്. അതിന് എന്താ പറയുക, മാട്ടൂര് സെൻട്രൽ ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. പെറ്റ് സ്റ്റേഷന് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പെറ്റ് സ്റ്റേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് ബീച്ച് വരുന്നല്ലോ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മളുടെ ബ്രൈഡ് ട്യൂബി നടക്കുന്നത്. നമ്മളൊരു ആഗ്രഹമായിരുന്നു നമ്മളെ ഫാമിലിയിൽ ഉള്ളവർ വെച്ചിട്ട് ഒരു ബ്രൈഡ് ട്യൂബി നടത്തണം എന്നുള്ളത്. അങ്ങനെയാണ് നമ്മളെല്ലാവരും കൂടി അതിനുവേണ്ടിക്ക് സെലക്ട് ചെയ്തത് സാരിയാണ്. ഒരു ഫാൻസി സാരി കട്ട് പീസൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കുന്നുണ്ടപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി വന്ന് നിന്നു. അതെന്താ നമ്മൾ കൂടി വരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടി വീഡിയോയിലേക്ക് വരികയാണ്. അവിടുന്ന് ഫോട്ടോസും കൂടി എടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുള്ളത് 3 മണിയാകുന്നതിനുള്ളിൽ ഇറങ്ങണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നന്ന ലേറ്റായിപ്പോയി. കുഴപ്പമില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ അമ്മായി ഇപ്പോഴാണ് ദുബൈയിൽ രാവിലെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ആൾ അവിടുന്ന് വന്ന് നേരെ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടാണ് ഉള്ളത്. വന്നിട്ട് നേരെ കൂട്ടിയിട്ട് നമ്മൾ പോയി. അന്ന് ഡ്രസ്സും ചേഞ്ച് ചെയ്തിട്ട് ഞാനും അനിയനും ബൈക്കിലാണ് വന്നത്. കുറച്ച് പേര് ഓട്ടോയിലോ കുറച്ച് പേര് കാറിലോ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ മാട്ടൂലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ബീച്ച് കുറച്ച് ഇങ്ങോട്ട് നിൽക്കാമെന്നാണ് വിചാരിച്ചത്. ഒരാൾ ഇന്ന സ്ഥലത്തേക്ക് പോയിട്ടൊക്കെ ഫോട്ടോയും അതുപോലെ തന്നെ വീഡിയോസൊക്കെ എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്ക് ചേഞ്ചായി. നമ്മൾ ചഷേർ വില്ലേജിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ ആയിരുന്നു, ബീച്ച് സൈഡ് തന്നെയാണ്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ പോയി ചോദിച്ച് നമ്മളിവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തോട്ടെ എന്നുള്ളത് പെർമിഷനൊക്കെ വാങ്ങി അങ്ങനെയാണ് നമ്മളിങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പ്ലാനിങ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ചുകൂടി വീഡിയോസും ഫോട്ടോസുകളൊക്കെ എടുത്തു. ഇപ്പം ഓളെ കല്യാണമാണോ അതോ നമ്മുടെ കല്യാണമാണോ എന്നുള്ള മനസ്സിലാവാത്തൊരവസ്ഥയാണുള്ളത്. അങ്ങനെ പിന്നെ ഓളെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നത് പോലെയാക്കി ഓളവിടെ നിർത്തിയിട്ടാണുള്ളത്. അതായത് നമ്മൾ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, വേറൊന്നുമല്ല, ചെക്കനെ നമ്മൾ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അതിൻ്റെ പ്ലാനിങ് ആയിരുന്നു. ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി കുറച്ച് പാടുപെട്ടു. വീഡിയോസൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം അവിടെ പിടിച്ച് നിർത്തി. അങ്ങനെ ഫൈനലി നമ്മളെ ചെക്കനും കൂടി വന്നിട്ടുണ്ട്. സർപ്രൈസ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്. ഇത് ഒറിജിനൽ സർപ്രൈസ് തന്നെ കേട്ടോ. നമ്മൾ പ്ലാൻ ചെയ്തത് അതുപോലെ തന്നെ നടത്താൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്ലോപ്പായി പോകുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും ഫ്ലോപ്പായിട്ടില്ല. നല്ല രീതിയിൽ തന്നെ സർപ്രൈസൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇവനോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡ്രസ്സൊക്കെ ഒരുപോലെ തന്നെ, അതായത് ഇവളിടുന്ന അതേ കളർ ഡ്രസ്സിൻ്റെ ഇടണമെന്നൊക്കെ ആദ്യം തന്നെ വിളിച്ച് മെസ്സേജൊക്കെ അയച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ എന്താ പറയുക, ഇവനെയും കൂട്ടിയിട്ട് 2 ആളിടും ഒരു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ഇടയിൽ നമുക്കൊരു ചെറിയൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പൂച്ച സാറ് കുറേ നോക്കിയായിരുന്നു. ഇവിടുത്തെ ആളാണെന്ന് തോന്നുന്നു, ഇവരെന്തിനാണ് ഇവിടെ വന്നതെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണെന്ന് തോന്നുന്നു. ഫുള്ളായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നാലെ തന്നെ ഇങ്ങനെ എന്താ പറയുക, ഒരു ഗൈഡായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു ഇവരെന്താ ചെയ്യുന്നുള്ളത് നോക്കിയിട്ട്. അതൊരു നമുക്കൊരു വല്ലാത്തൊരു പാരയായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ പൂച്ചനൊക്കെ കുറച്ച് അങ്ങോട്ടേക്ക് മാറ്റി നിർത്തിയതിന് ശേഷമാണ് നമ്മൾ ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അവരെ കുറച്ച് സമയം ഫോട്ടോസും വീഡിയോസും ആയാലും അവിടെ നിന്ന് എടുക്കാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഫംഗ്ഷൻ അവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരൊക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി നേരെ ബീച്ചിലോട്ടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് എന്ത് ചെയ്തു, കേക്കൊക്കെ കൊണ്ടുവന്നിട്ട്, അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പാടില്ല എന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവർ ക്ലീൻ ചെയ്ത് വെച്ചതായിരുന്നു. അപ്പം നമ്മൾ വൃത്തികേടാക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി പുറത്ത് ബീച്ചിൽ നിന്നാണ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ പിന്നെ കുറേ ടൈമായി നമ്മളിവിടെ വന്നിട്ട്. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടി തിരിച്ച് വീട്ടിലോട്ടേക്ക് പോയാണ്. ആദ്യം വിചാരിച്ചു പിന്നെയും കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഫുള്ളായിട്ട് നമ്മൾ പ്ലാനിങ് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അതിന് മെയിനായിട്ട് സർപ്രൈസ് നല്ല രീതിയിൽ നടത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു, കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കാറിൽ ഉമ്മയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ കൊണ്ടുവന്നു, കാരണം അവിടെ റോട്ടുമിലേക്ക് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് പേര് അതിലോട്ട് കയറി, പിന്നെ കാരണം ഓട്ടോയിൽ വന്നവർ അതിലോട്ട് കയറി, പിന്നെ കാറിൽ വന്നവർ അതിൽ തന്നെ വിട്ടു. പിന്നെ നമുക്കുള്ള പൂതിയായിരുന്നു മാട്ടൂൽ നല്ല കല്ലുമ്മക്കായി കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അധികം വരാറുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ കല്ലുമ്മക്കായി തിന്നാൻ വേണ്ടിക്ക് പോയാണെന്ന് പറഞ്ഞിട്ട് കാറിലുള്ളവർക്ക് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർ നേരെ വീട്ടിലോട്ടേക്കാണ് അവൻ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പിന്നെ നല്ല കല്ലുമ്മക്കായും അതുപോലെ തന്നെ നല്ലൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് വീട്ടിലോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ നമ്മളോട് ചെറിയൊരു ബ്രൈഡ് ടു ബി അങ്ങനെ നല്ല രീതിയിൽ നടന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയാണ്. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ.